യുവരാജ് ഗോകുൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വന്നത് മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കരുവന്നൂരിൽ അദ്ദേഹം ഈ സ്വത്ത് വിവരത്തിന്റെ കാര്യമല്ല, അത് ഏറ്റവും അവസാനം പുറത്തു വന്ന വിവരമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കിൽപ്പെടാത്ത CPM-ന്റെ 101 സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്വത്ത് മാത്രമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അതിനു മുൻപ് ഈ അക്കൗണ്ട് മരവിപ്പിച്ച കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഏർപ്പാടാണ്, അതിലൊന്നും ഞങ്ങളൊന്നും വീഴാൻ പോകുന്നില്ല എന്നാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെ പലതും പറയാം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ അപ്പോൾ ഈ പറയുന്ന പോലെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ അകത്ത് ഇത്ര കോടി രൂപ സമാഹരിച്ചിരിക്കുന്നതും ഇവർ ഇത്രയധികം സ്വത്ത് ലാൻഡ് പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതും അതൊന്നും IT ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നും അറിയിക്കാതെ പോയതും എല്ലാം തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അതൊക്കെ പുറത്തു വരാനും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനും വേണ്ടിയിട്ടാണോ? അതാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കാനുള്ളത്. അദ്ദേഹം കുറേ കാലമായിട്ട് എന്തൊക്കെയോ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള കേസ് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേരളത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. കരുവന്നൂർ ബാങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങിയാലോ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയലോഗാണ് എന്താണ്, ഇത് കേരളത്തിനെതിരായിട്ടുള്ള സമരമാണ്. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ നാടിനെ കക്കും, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇവർ കൊള്ളയടിച്ചുകൊണ്ട് പോകും, ഇവർക്ക് മോഷ്ടിക്കാൻ പറ്റുന്നതെല്ലാം മോഷ്ടിക്കും. ഇതിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഉടനെ അത് കേരളത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി എന്നുള്ള തലത്തിലാണ് മുഖ്യമന്ത്രിയും CPM-ന്റെ നേതാക്കളും കുറച്ച് നാളുകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു വക പോലും സുതാര്യമായിട്ട് ചെയ്യുന്നതിനോട് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ലാത്ത പാർട്ടിയാണ് CPM. അവർക്ക് കൈതോലപ്പായയിൽ പൊതിഞ്ഞു വാങ്ങിക്കൊണ്ട് പോയി മാത്രമാണ് അവർക്ക് ശീലം. അല്ലാണ്ട് അവർക്ക് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് പാർട്ടിക്ക് ഫണ്ട് മേടിക്കുന്നതിനോ പാർട്ടിക്ക് സംഭാവന സ്വീകരിക്കുന്നതിനോ യാതൊരു തരത്തിലുള്ള താല്പര്യവും CPM-നില്ല. ഇവർ കുറേ കാലമായിട്ട് കുത്തക മുതലാളിമാർക്കെതിരെ ബൂർഷകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ CPM-ന്റെ ഈ പറയുന്ന സംഭാവന അവർ വാങ്ങിയിരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും എല്ലാം കുത്തക മുതലാളിമാരാണെന്നേ. എല്ലാം കുത്തക മുതലാളിമാർ തന്നെയാണ് ഇവർക്ക് സംഭാവന കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതിനെ ഏറ്റവും ഗുരുതരമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പല ജുവലറികളുടെ ലക്ഷക്കണക്കിന് രൂപ ഇവർ സംഭാവനയായിട്ട് മേടിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് അവർക്കത് ഇത്രയധികം രൂപ ഈ പറയുന്ന ജുവലറി മുതലാളിമാർ സംഭാവനയായിട്ട് നൽകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. അതായത് കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള GST വിഹിതം പ്രോപ്പറായിട്ട് പലരുടെയും ഇവർ പിരിക്കുന്നില്ല. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങുന്നു. അല്ല, എല്ലാ മുതലാളിമാരും വാങ്ങിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. CPM മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ CPM മറ്റുള്ളവർക്ക് നേരായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് CPM എന്താണ് ചെയ്യുന്നത് മറുഭാഗത്ത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ പാർട്ടികളും വാങ്ങിക്കുന്നുണ്ട്, BJP വാങ്ങിക്കുന്നുണ്ട്, കോൺഗ്രസ് വാങ്ങിക്കുന്നുണ്ട്, DMK വാങ്ങിക്കുന്നുണ്ട്, തൃണമൂല് വാങ്ങിക്കുന്നുണ്ട്, CPM വാങ്ങിക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ വാങ്ങുമ്പോൾ മാത്രം കുഴപ്പമാവുകയും അവനവൻ വാങ്ങുമ്പോൾ അതൊരു പ്രശ്നമല്ലാതെ ആവുകയും കുത്തക മുതലാളിമാരൊക്കെ നല്ല മുതലാളിമാരായി മാറുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM ആണ് ഇവിടെ വാഷിംഗ് മെഷീനായിട്ട് പ്രവർത്തിക്കുന്നത്. എന്ത് വാഷിംഗ് മെഷീൻ? അതായത് നല്ല മുതലാളി ഏത്, കുത്തക മുതലാളി ഏത്, ബൂർഷ മുതലാളി ഏത് എന്നൊക്കെ തരംതിരിച്ചു കൊടുക്കുന്നു. ബൂർഷ മുതലാളിയും കുത്തക മുതലാളിയും CPM-ന് സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വാഷിംഗ് മെഷീനിനകത്തിട്ട് അതിനെ വളരെ വൃത്തിയാക്കി അവരെ നല്ല മുതലാളിയാക്കി പുറത്തിറക്കി കൊടുക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാറി എന്നുള്ളതാണ് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ കഴിയുന്ന കാര്യം. ഇവിടെ കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് സാധാരണ ജനങ്ങൾക്കാണ്. മുതലാളിമാരുടെ നിന്ന് സംഭാവന വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ കരുവന്നൂരിലെ വിഷയം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് സാധാരണ മനുഷ്യർക്കാണ്. തെങ്ങ് കയറ്റക്കാർക്ക്, ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക്, ഒരായുഷ്കാലം മുഴുവൻ മരുഭൂമിയിൽ ഉൾപ്പെടെ കിടന്ന് പണിയെടുത്തിട്ട് ആ സമ്പാദ്യവുമായിട്ട് തിരിച്ചു വന്നവർക്ക്, ഇതുപോലുള്ള സാധാരണക്കാർക്കാണ് അവർ തുരുക്കൂട്ടി വെച്ച സമ്പാദ്യത്തിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നതും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആ വ്യാജ അക്കൗണ്ടുകളിലേക്ക് അവരുടേതായ രീതിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതും. ഇവിടെ ED പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം പോലും CPM-ന്റെ ഒരു നേതാവിന് അവശേഷിക്കുന്നില്ലെന്നേ. അവരാകെ പറയുന്നത് എന്താണ്, ഈ സമയത്ത് ഇത് കൊണ്ടുവരുന്നത് BJPക്ക് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ടെന്ന് മാത്രമാണ്. അല്ലാണ്ട് അവർക്ക് ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ സ്വത്തില്ല എന്ന് പറയാനുള്ള ആർജവമോ സുതാര്യതയോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് അവശേഷിക്കുന്നില്ല. എന്നോട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്,
പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, പാർട്ടിക്കാണോ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്, പക്ഷെ അരിവാളിനല്ല. ഞാൻ ചോദിച്ചു അതെന്താ, പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന വിവരങ്ങൾ പലതും പുറത്തു കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ തന്നെയാണ്. കേന്ദ്ര ഏജൻസികളുടെ പണി എളുപ്പമാകുമല്ലോ, പക്ഷെ ഈ പണി നീണ്ടു പോവുകയാണ്. അല്ല, പണി നീണ്ടുപോകും മഞ്ജുഷ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് തെറ്റായിട്ട് ഒന്നാമത്തെ കാര്യം CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം മാത്രമല്ല കക്കാനും നിൽക്കാനും പഠിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇട്ട് കൊടുക്കുക, ED തെറ്റാൻ നമുക്ക് ഒരിക്കൽ അറിയാമല്ലോ, നമ്മൾ തന്നെ ഒരിക്കൽ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, മറ്റൊരു തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു, അത് പുറത്തു വരുന്നു, അത് ഫേക്ക് ആയിരുന്നു എന്നുള്ള പേരിൽ പിന്നെ CPM കുറച്ച് ദിവസം അതിൻ്റെ പുറകെ കിടന്ന് പിടിച്ചു തൂങ്ങുന്നു, കണ്ടില്ല ED പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാന്നുള്ള. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇതിന്റെ വ്യക്തതയും ഇതിന്റെ സത്യസന്ധതയും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആയിരിക്കും. അപ്പം ഞാൻ EDയുടെ വ്യക്തമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരു കാര്യം മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള സമയം കൊടുക്കണമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ ഇതിനകത്ത് ആർക്കും രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് ഇതുവഴി ഒന്നും നേടിയെടുക്കാനൊന്നുമില്ല. ഇവിടെ കാര്യം നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, അതിന് അതിൻ്റെതായ സമയം എടുക്കണം. അതാണ് ED എടുക്കുന്നത്. ശരി ശ്രീ